ഇന്ന് സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് ഇത്തിരി വൈകി ഉണർന്നാൽ മതി എന്നുള്ളത് കൊണ്ട് ഉറക്കത്തിലായിരുന്നു. ഒരു 11:30 കഴിയുമ്പോഴത്തേക്കാണ് സാധാരണ ഈ അവധി ദിവസങ്ങളിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുക. എത്ര ദിവസമുണ്ട് ഇവിടെ? ഞാൻ പറഞ്ഞു 1-2 ദിവസമുണ്ട്, നമുക്ക് പറ്റുമെങ്കിലൊന്ന് കാണാം. അപ്പോൾ പുള്ളി പറഞ്ഞു കാണാമല്ലോ. ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാൻ പറഞ്ഞു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയറിൽ തന്നെയുണ്ട്, അതിനടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ഇദ്ദേഹം താമസിക്കുന്നത് കോണ്ടസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കോണ്ടസ ഇവിടുത്തെ സമ്പന്നരൊക്കെ വസിക്കുന്ന, കൊച്ചിയിലാണെങ്കിൽ പനമ്പള്ളി നഗർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അപ്പർ ക്ലാസിൻ്റെ ഒരു ഏരിയയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ താമസം. അപ്പോൾ എന്നോട് ചോദിച്ചു അങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, കാരണം എനിക്ക് ഇന്ന് മുഴുവൻ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങേര് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അതിനടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാം. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, ഉച്ചഭക്ഷണം നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഇവിടെ ലാ കാസ ഡി ടോണോ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം, ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. അവിടേക്ക് ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് എത്താൻ പറ്റുമോ? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയറിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നടന്നു വരുന്ന വഴിക്കും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങ് വന്നാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ വരാം, നടക്കാവുന്ന ദൂരം ഉള്ളെങ്കിൽ ഞാൻ നടന്നു തന്നെ അങ്ങ് എത്തിക്കോളാം, 1 മണിക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. അങ്ങനെ ഞാൻ നടത്താൻ തുടങ്ങി. ഈ സ്ക്വയറിൽ നിന്ന് സ്ക്വയറിലേക്ക് വന്നു ചേരുന്ന ഒരു സ്ട്രീറ്റിലൂടെ നടക്കാൻ തുടങ്ങി. ആ സ്ട്രീറ്റിൻ്റെ പേര് ഫ്രാൻസിസ്കോ മദേരോ സ്ട്രീറ്റ് എന്നാണ്.